പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി, നമുക്കാരോടും വെറുപ്പും വിദ്വേഷവും വേണ്ട. ആർക്കെങ്കിലും എന്നോട് വെറുപ്പും വിദ്വേഷമുണ്ടോ, ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകില്ല. നമ്മൾ കാണുക യാക്കോബിൻ്റെ ജീവിതം. യാക്കോബിന് വലിയ സമ്പത്തുണ്ട്, വലിയ നേട്ടമുണ്ട്, എല്ലാം ദൈവം സമൃദ്ധമായി നൽകി. പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയമായ സന്തോഷമില്ല. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയമായ അഭിഷേകമില്ലാത്ത അവസ്ഥ. ആ സമയത്ത് അവൻ തിരിച്ചറിഞ്ഞു, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അഭിഷേകമില്ലാത്തതിന്, കൃപയില്ലാത്തതിന് കാരണം എൻ്റെ പ്രശ്നം എനിക്ക് പ്രശ്നമുള്ളത് കൊണ്ടല്ല, എൻ്റെ സഹോദരൻ ഏസാവിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അഭിഷേകവും ആനന്ദവും ഇല്ലാത്തത്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകം ജീവിതങ്ങളുടെ അവസ്ഥയെ കർത്താവ് കാണിച്ചു തരുന്നേ. നമുക്കാരോടും വെറുപ്പും വിദ്വേഷവുമില്ല. ഏതെങ്കിലും ഏസാവിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അഭിഷേകവും കൃപയും ഇല്ലാതെ പോകുന്നു എന്ന് ഓരോ മക്കളും തിരിച്ചറിഞ്ഞു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് നാം കാണുകയാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനം. ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. അടുത്ത വചനം പറയുകയാണ്, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഭാവനെ കാണാൻ സാധിക്കണം. ദൈവകൃപയുണ്ടല്ലോ, ഈ ദൈവകൃപ മഴ പെയ്യുന്ന പോലെ എല്ലാ വ്യക്തിയിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ അതിന് ചുവടി മഴ പെയ്യുമ്പോൾ നടന്നു നീങ്ങുന്നുണ്ടോ, അവിടെ മേലെല്ലാം മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. നമുക്കാർക്കും തടയാൻ പറ്റില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതേപോലെ തന്നെ ആത്മീയ ജീവിതത്തെ നമുക്ക് പറഞ്ഞു തരുന്ന ആത്മീയ രഹസ്യമാണ്, എല്ലാ വ്യക്തിയിലേക്കും ദൈവകൃപ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയണം, ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയെ പങ്കെടുക്കാൻ സാധിക്കുന്നത്. എന്നാ വചനം പറയുക, എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകുക? അടുത്ത വചനം പറയുക, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാ നമ്മുടെ ഉള്ളിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോവുക? ഏതൊക്കെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലാണോ വിദ്വേഷത്തിന്റെ വേരുള്ളത്, ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ കൃപയൊഴുകുന്ന ഇതാ ബ്ലോക്കായി പോവുകയാണ്. നമുക്കറിയാം, വെള്ളത്തിന്റെ നീരൊഴുക്കിനെ അണക്കെട്ട് തടഞ്ഞു നിർത്തുന്ന പോലെ മഴയുടെ ഒഴുക്കിനെ അല്ലെങ്കിൽ മഴ പെയ്യുന്നേരെ മേഘം തടഞ്ഞു നിർത്തുന്ന പോലെ ആത്മീയ ജീവിതത്തെ പറഞ്ഞു തരിക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കൃപ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കാരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പും വിദ്വേഷം ഉണ്ടോ, ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്ന ബ്ലോക്കായി തീരും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആത്മീയ ജീവിതത്തെ നമുക്ക് പറഞ്ഞു തരിക, ഈ ദൈവകൃപയോടുകൂടെ ജീവിക്കണോ, ഒറ്റ കാര്യം ചെയ്താൽ മതി. എനിക്കാരോടും വെറുപ്പും വിദ്വേഷവുമില്ല, എന്നോട് ആർക്കും വെറുപ്പും വിദ്വേഷവുമില്ല. നമ്മൾ ബാഹ്യമായിട്ട് ഈ ലോകത്തിൻ്റെതായ ജീവിതമല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ആത്മീയ ജീവിതം നമ്മൾ കാണുന്നത്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് പറയാൻ സാധിക്കണം, ഞാൻ എൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. അവൻ്റെ പേര് കേൾക്കുമ്പോൾ, അവൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ള അസ്വസ്ഥതയല്ല, അവനോട് ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. ഈ ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തത്? ഞാൻ ഒരിക്കൽ ഒരു ധ്യാനത്തിനിടയിൽ ഇങ്ങനെ ശക്തമായൊരു മെസ്സേജ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ധ്യാനത്തിൻ്റെ സമാപന ദിവസമാണ് തിരുവനന്തപുരത്ത് വെച്ച് ധ്യാനം നടക്കുന്നത്. ഈ സമയത്ത് ഞാൻ ശക്തമായ മെസ്സേജ് കിട്ടിയപ്പോൾ പറഞ്ഞു, ഈ സമൂഹത്തിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആ ഒരു വ്യക്തിയോട് ക്ഷമിക്കാറുണ്ട്. കർത്താവ് ആ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ട, 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തിയോട് ക്ഷമിക്കാറുണ്ട്.
കർത്താവ് ആ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. മാത്രമല്ല എൻ്റെ കൂടെ ഒരു വാക്യം പറഞ്ഞു, ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ 10 വർഷമായി വെറുപ്പും വിദ്വേഷവുമാണ്. 10 വർഷമായി ദൈവം ഈ വ്യക്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും കേട്ടിട്ടില്ല. ഇതാ അച്ഛൻ പറഞ്ഞ സന്ദേശം. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഞാൻ ധ്യാനം കഴിഞ്ഞു, ഞാൻ മുറിയിലേക്ക് പോയി. എൻ്റെ മുറിയിൽ ഒരു വ്യക്തി മുട്ടുന്ന കേട്ടു. ഞാൻ വാതിൽ തുറന്നു. ആ സമയത്ത് ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സ്ത്രീ എന്നോട് ചോദിച്ചു, അച്ഛൻ ധ്യാനത്തിനിടയിൽ ഇങ്ങനൊരു മെസ്സേജ് പറഞ്ഞില്ലേ, 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തിയോട് ക്ഷമിക്കാറുണ്ട്, ആ വ്യക്തിയോട് ക്ഷമിക്കണം. 10 വർഷമായി ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു എന്ന്. ആ സമയത്ത് ഈ സ്ത്രീ പറയുക, അത് മറ്റാരുമല്ല അച്ഛാ, അത് ഞാൻ തന്നെയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മായിമ്മ മരിച്ചുപോയി. വീട്ടിൽ മരിച്ചുപോയി കഴിഞ്ഞ് അമ്മായിമ്മയുടെ ഫോട്ടോയ്ക്ക് വെക്കില്ലേ, വെച്ചോളൂ, ഫോട്ടോയ്ക്ക് വെക്കില്ലേ. ഈ സ്ത്രീ എന്നോട് പറയുക, അമ്മായിമ്മയുടെ ഫോട്ടോ വീട്ടിൽ ഇതാ തൂക്കിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴെല്ലാം ഈ ഫോട്ടോയുടെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന അമ്മായിമ്മ പറഞ്ഞ വാക്കുകളാ, അമ്മായിമ്മ എന്നോട് ചെയ്ത ദ്രോഹങ്ങളാ, അമ്മായിമ്മ എന്നെ പീഡിപ്പിച്ച. അങ്ങനെ ഓരോന്ന് ഈ സ്ത്രീയുടെ മനസ്സിൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത് എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുപോയി നടക്കുന്നത്. എന്നാൽ ഈ സ്ത്രീയെ എല്ലാ ദിവസവും പള്ളി വരുന്ന സ്ത്രീയാണ്, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള സ്ത്രീയാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ ധ്യാനമുണ്ടോ അവിടെയൊക്കെ ധ്യാനത്തിന് പോകുന്ന സ്ത്രീയാണ്. പക്ഷെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം തരികയാണ്. 10 വർഷമായി ഈ സ്ത്രീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് എനിക്കൊരു ആത്മീയ രഹസ്യം മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ പ്രാർത്ഥിച്ചു കൂട്ടുന്നുണ്ട്. എത്ര കാലമായി ദിവ്യകാരുടെ സൗഖ്യാരാധനയിൽ പങ്കെടുക്കുന്നു. ഇതാ ചില വ്യക്തികൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങളിത് 1000 ദിവസത്തേക്ക് ദിവ്യകാരുടെ സൗഖ്യാരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഈ വ്യക്തി അർപ്പിച്ച വിശുദ്ധ കുർബാനകൾ, ഈ വ്യക്തി ചൊല്ലിക്കൂട്ടിയ ജപമാലകൾ, ഈ വ്യക്തി പ്രാർത്ഥിച്ച എല്ലാ ഭക്ത്യാഭ്യാസങ്ങളും ഇതാ ബ്ലോക്കായിട്ട് പോകുക. എവിടെ ബ്ലോക്കായിട്ട് പോകുന്നേ? വചനം പറയുക, വിദ്വേഷത്തിന്റെ വേര് ഇത് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആത്മീയ രഹസ്യം ഉണ്ടാവണം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ഒരു ഹൃദയം എനിക്കുണ്ടാവണം. എങ്കിലാ പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ സാധിക്കുള്ളൂ എന്ന് ഓരോ മക്കളും തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സുഭാഷ പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം പറയുകയാണ്, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ടോ, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ശത്രുക്കൾ പോലും ആ വ്യക്തിയോട് ഇണങ്ങിച്ചേരുമെന്ന് വചനം പറയുക. ഹല്ലേലൂയ. ഞാൻ ധ്യാനത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പലപ്പോഴും ഈ ധ്യാനത്തിന് വന്നതിന് ശേഷം ഒരു ആത്മീയ സന്തോഷം കിട്ടി ഈ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആർക്കാണെന്നറിയോ? നല്ല കുമ്പസാരമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ വ്യക്തിയെ സംബന്ധിച്ച് ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ള വ്യക്തികളോടൊക്കെ ക്ഷമിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ആ വ്യക്തി ഒരു ആത്മീയ നിർവൃതിയോടുകൂടിയ ധ്യാനം കഴിഞ്ഞു പോകുന്നത്. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ ധ്യാനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ധ്യാനവും കഴിഞ്ഞ് ഈ വ്യക്തി ആ സ്ഥലത്തേക്ക്, ദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയോ? തനിക്കാരോടൊക്കെ വെറുപ്പും വിദ്വേഷമുണ്ടോ, തന്നെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ആ സഹോദരങ്ങളുടെ അടുത്ത് ആ ഭവനങ്ങളിലേക്ക് കയറി ചെന്ന് ഈശോയുടെ നാമത്തിൽ മാപ്പ് പറയുമായിരുന്നു. അതൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ ധ്യാനങ്ങളുടെ ആഴമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ധ്യാനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞു. ഈ ധ്യാനങ്ങൾ കൂടിക്കഴിഞ്ഞതിന് ശേഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവരോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ നമ്മുടെ ധ്യാനങ്ങളെല്ലാം ഫലവത്തായി തീരുകയുള്ളൂ എന്ന് ഓരോ ദൈവവേദനും തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി
ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 4-5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്, വെറുപ്പ് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം തിരിച്ചറിഞ്ഞു, നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ, അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്, മനസ്സിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിനെയും ബാധിക്കുന്നുണ്ട്. സകല മേഖലകളിലേക്കും ഈ വെറുപ്പിന്റെ വേരുകൾ നമ്മെ ആഴ്ന്നിറങ്ങിയ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുക. ചില വ്യക്തികളുണ്ടല്ലോ, ഈ ചില വ്യക്തികളെ ധ്യാനത്തിന് സൗഖ്യം കിട്ടുന്ന എപ്പോഴാണെന്നറിയും. ഞാൻ കഴിഞ്ഞ ധ്യാനങ്ങളൊക്കെ ശ്രദ്ധിച്ചതാ. ഈ വ്യക്തികൾ 20 വർഷമായിട്ടുള്ള ആസ്മ രോഗം വിട്ടുമാറി ഈ ധ്യാനം കഴിഞ്ഞ് അവർ സാക്ഷ്യം പറയുക. എപ്പോഴാണ് ഇവർക്ക് ഈ ആസ്മ രോഗം വിട്ടുമാറിയെന്നറിയോ? ഈ വ്യക്തി 20 വർഷമായിട്ട് ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടായിരുന്നു. ധ്യാനത്തിന് സമയത്ത് ആ വ്യക്തിയോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. ആ സമയത്ത് 20 വർഷമായിട്ടുള്ള ആ വ്യക്തി രോഗം വിട്ടുമാറിയത്. ഇന്ന് ചില വ്യക്തികളുടെ രോഗപീഠകൾ പോലും വിട്ടുപോകാത്തതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുപോയി നടക്കുന്ന നമ്മുടെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വേരുകളാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ പിതാക്കന്മാർ പറയുകയാണ്, വെറുപ്പ് കൊണ്ടുപോയി നടക്കുന്നുണ്ടോ, അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. ഇന്നിതിലെ ചില ശരീരത്തെ രോഗങ്ങൾ പോലും വിട്ടുപോകാത്തതിന് കാരണം ഈ വെറുപ്പ് നിന്റെ ഹൃദയത്തിൽ കൊണ്ടുപോയി നടക്കുന്നതുകൊണ്ട് നിന്റെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്, നിന്റെ ആത്മാവിനെ ബാധിക്കുന്നുണ്ട്. രണ്ടാമതായി ആത്മീയ പിതാക്കന്മാർ പറയുകയാണ്, ഒരു വ്യക്തി വെറുപ്പുമായി നടന്നോ, ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കോ, ആ മുഖം കാണുമ്പോൾ, ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ, ആ സന്ദർഭം വരുമ്പോൾ നമ്മുടെ എല്ലാ ഏകാഗ്രതയും നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. പ്രാർത്ഥിക്കാൻ വരുന്നു, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ വ്യക്തിയുടെ മുഖം കർത്താവിന്റെ മുഖമൊന്നുമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം ഹൃദയത്തിൽ വെറുപ്പ് വിദ്വേഷവുമായിട്ട് ആ വ്യക്തി വന്നു നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു തരിക, നമ്മുടെ ആത്മീയ വളർച്ച തകർത്ത് കളയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പേരുകൾ. നമ്മൾ നോക്കിക്കോ, എല്ലാ സുഹൃതാഭ്യാസങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, അടുത്തടുത്ത് കുമ്പസാരിക്കുന്നുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാ ഭക്താഭ്യാസങ്ങളും ഉണ്ട്. പക്ഷേ നിന്റെ ഹൃദയത്തിൽ ഈ ഒറ്റ പേരേ ഉള്ളൂ, വെറുപ്പിന്റെ വിദ്വേഷത്തിന് പേര് നിന്റെ ഉള്ളിലുണ്ടോ, ആത്മീയമായിട്ട് നമുക്ക് വളരാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായി ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു തരിക, ചില വെറുപ്പിന്റെയും വിദ്വേഷത്തിനും പേരുകളുള്ളതുകൊണ്ടാണ് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദുശീലങ്ങളിൽ നിന്ന് പോലും വിടുതൽ കിട്ടാതെ, വിമോചനം കിട്ടാതെ കിടക്കുന്നേ. ഹല്ലേലൂയ. ചില വ്യക്തികളുടെ മദ്യപാനം 10 വർഷമായതേ, ഈ മദ്യപാനം ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഇതിൽ നിന്നും മോചനം കിട്ടുന്നില്ല, ദുശീലങ്ങളിൽ മോചനം കിട്ടുന്നില്ല, മദ്യത്തിനും പാൻപരാഗിനും സിഗരറ്റിനും ഒക്കെ അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഇതിന് മോചനം കിട്ടാത്തതിന് കാരണം പോലും ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പേരുകളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ വെറുപ്പും വിദ്വേഷത്തെ കുറിച്ചൊക്കെ ഈ ധ്യാനിപ്പിക്കുന്ന സമയത്ത് എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. വളരെ എളുപ്പമാണ് എന്ത്, ക്ഷമയെക്കുറിച്ച് പ്രസംഗം പറയാൻ. ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, ഇന്നും അച്ഛൻ പറയുന്നുണ്ട് ക്ഷമയെക്കുറിച്ച്. പ്രസംഗിക്കാൻ വളരെ എളുപ്പമുള്ള വിഷയം ക്ഷമ. എന്നാൽ ആത്മീയ ജീവിതത്തിൽ അച്ഛൻ്റെ 15 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തെ പറയാൻ അച്ഛന് സാധിക്കും. മദ്യപാനത്തിന്റെ ലഹരിക്കടിമപ്പെട്ട വ്യക്തി, 15-20 വർഷമായി മദ്യപാനത്തിന്റെ ലഹരിക്കടിമപ്പെട്ട വ്യക്തി, ഈ വ്യക്തിയുടെ മദ്യപാനത്തെ ദുരാത്മാവിനെ പുറത്താക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ക്രൂരമാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേരുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനത്തിന്റെ ദുരാത്മാവിനെ പുറത്താക്കാൻ സാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേരുകളുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദുശീലങ്ങളിൽ നിന്ന് മോചനം കിട്ടണോ? ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു നമുക്കൊരു മോചനം കിട്ടാതിരിക്കുക. നമ്മളൊന്ന് ആത്മീയ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം, എനിക്ക് ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷമുണ്ടോ? വീണ്ടും ആത്മീയ പിതാക്കന്മാർ പറയുകയാണ്, കുടുംബത്തിനും തലമുറയ്ക്കും ഇത് തകരാൻ കാരണം ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ പേരുകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്നതാണ്.
കുടുംബത്തിലേക്ക് ഒടുകേണ്ട ദൈവത്തിന് അഭിഷേകം ഈ വെറുപ്പ് കൊണ്ടുപോയി നടന്നോ, അവിടെ ബ്ലോക്കായി പോവുക. തലമുറയിലേക്ക് ഒടുകേണ്ട ദൈവത്തിന് അഭിഷേകം വെറുപ്പ് കൊണ്ടുപോയി നടക്കുന്നുണ്ടോ, അവിടെ ബ്ലോക്കായി പോവുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടണോ, ഹൃദയപൂർവ്വം ക്ഷമിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ആ അനുഗ്രഹവും കൃപയും ഒടുകയുള്ളൂ. പല വ്യക്തികളുടെ ജീവിതങ്ങളെ കാണാൻ സാധിക്കും. 33 ദിവസം നിയോഗം വെച്ച് ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട്, 33 ദിവസം ഞാൻ പങ്കെടുത്തു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടാത്തത്? എൻ്റെ പാസ്പോർട്ട് മാത്രം വിസ സ്റ്റാമ്പ് ചെയ്യാത്ത, എൻ്റെ വിസ തടസ്സം, എനിക്ക് IELT OET പാസ്സാവാൻ പറ്റുന്നില്ല, എൻ്റെ സ്ഥലം വിട്ടുപോകുന്നില്ല, എൻ്റെ കടബാധ വിട്ടുപോകുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പേരുണ്ടോ, ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഓരോ മക്കളും തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വചനം കാണാൻ പോവുക. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54-60 തിരുവചനങ്ങൾ. ഇവിടെ നാം കാണുക സ്റ്റെഫാനോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച്. ഈ സ്റ്റെഫാനോസിനെ തൻ്റെ ശത്രുക്കളെല്ലാം ചേർന്ന് കല്ലെറിയുക. ആ സമയത്ത് സ്റ്റെഫാനോസ് എന്താ ചെയ്യുന്നത്? തന്നെ കല്ലെറിയുന്ന വ്യക്തികളോട് അവൻ ക്ഷമിക്കുക. ഓരോ കല്ലും തൻ്റെ ശരീരത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അവൻ വേദനിക്കുമ്പോഴും അവൻ പറയുന്നുണ്ട്, എന്നെ കല്ലെറിഞ്ഞ ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്ന ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. ഓരോ വ്യക്തിയോടും തന്നെ വേദനിപ്പിക്കുമ്പോഴും പീഡിപ്പിക്കുമ്പോഴും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന സ്റ്റെഫാനോസിനെയാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നത്. ഈ സ്റ്റെഫാനോസ് ഞാൻ ക്ഷമിച്ചു 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 എന്ന് പറയുന്ന സമയത്ത് സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വചനത്തിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതായി അവൻ കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ടു. അനന്തരം അവർ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, ഈ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. വചനം പറയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്റ്റെഫാനോസ് തന്നെ കല്ലെറിയുന്ന ഓരോ വ്യക്തിയെ നോക്കി അവൾ ക്ഷമിക്കുക. ആ സമയത്ത് സ്വർഗത്തിൽ സംഭവിക്കുന്ന എന്താ? ഈ സ്റ്റെഫാനോസ് കാണുകയാണ്, അവൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. തുടർന്ന് വചനം പറയുകയാണ്, ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതായി കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ വന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ, തന്റെ ശരീരം മുഴുവൻ വേദനിച്ച് രക്തം ഇറ്റിട്ട് വീഴുമ്പോൾ സ്റ്റെഫാനോസ് പറയുക, ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് സ്റ്റെഫാനോസിന് ഒരു ദർശനം കിട്ടിയ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശുവിനെ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നോക്കണം, ഈ സഹോദരൻ, ഈ സ്റ്റെഫാനോസ് എന്ന് പറയുന്ന സഹോദരൻ, ആ ഡീക്കൻ തന്നെ ദ്രോഹിച്ച വ്യക്തിയോട് ക്ഷമിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ സംഭവിക്കുന്ന എന്താ? ഇതാ എൻ്റെ പുത്രൻ എന്നെ പ്രതി സഹിക്കുന്ന കണ്ടില്ലേ, എന്നെ പ്രതി നിന്ദനങ്ങൾ ഏൽക്കുന്ന കണ്ടില്ലേ, അവന് നിന്ദിച്ചപ്പോഴും അവൻ അവരോട് ക്ഷമിക്കുന്ന കണ്ടില്ലേ. ആ സമയത്ത് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പുത്രനായ യേശു എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടേ. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സഹോദരന്റെ മുമ്പിൽ വിട്ടുകൊടുക്കുമ്പോൾ, എളിമപ്പെടുമ്പോൾ, അവന്റെ മുമ്പിൽ ഞാൻ ക്ഷമിക്കുമ്പോൾ, ഈ യാക്കോബിനെ പോലെ 7 തവണ നിലം മുട്ട് താണു വണങ്ങുമ്പോൾ സംഭവിക്കുന്ന എന്താ? ഒരുപക്ഷെ ഈ ലോകത്തിന് മുമ്പിൽ നിനക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവൻ നിന്നോട് അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, അവർ നിന്നോട് ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, നിന്റെ മനസ്സിൻ്റെ ഉള്ളിലും മറ്റുള്ളവരൊക്കെ പല രീതിയിലുള്ള വാദമുഖങ്ങൾ കൊണ്ടുവരുമ്പോൾ നീ ആ വ്യക്തിയോട് പൂർണ്ണമായി ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്ന ഓരോ മക്കളും തിരിച്ചറിഞ്ഞോ, നീ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പുത്രനായ യേശു ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു. എൻ്റെ മോള, എൻ്റെ മോന, എന്നെ പ്രതി അവിടെ ക്ഷമിച്ചത്. ഇതാണ് സ്വർഗത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ.
നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആരോടും വെറുപ്പം വിദ്വേഷമില്ലാത്തൊരു ഹൃദയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തതിന് കാരണം നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷത്തിന് വേരുകളുള്ളതുകൊണ്ടാണ്. ചില വ്യക്തികളൊക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ട്. ആ ക്ഷമിക്കാനുള്ള വ്യക്തികളൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ട് ഹൃദയപൂർവ്വം ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് നിനക്ക് പറയാൻ സാധിച്ച ആ നിമിഷം തന്നെ സ്വർഗത്തെ സംഭവിക്കുന്ന പുത്രനായ യേശു ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു. പുത്രനായ യേശു എഴുന്നേറ്റ് നിന്ന് ഇതാ എൻ്റെ മകനാ ഈ ക്ഷമിക്കുന്നേ. ഇതാ നമ്മയോർത്ത് സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്ത് നോക്കണം. ക്ഷമിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് സൗഖ്യമുണ്ട് മക്കളെ, ശരീരത്തിന് സൗഖ്യമുണ്ട്, നമ്മുടെ മനസ്സിന് സൗഖ്യമുണ്ട്. നമുക്ക് ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കാൻ സാധിക്കും. ആത്മീയമായ വളർച്ച നമുക്കുണ്ടാവും. ദുശ്ശീലങ്ങൾ നമുക്ക് മോചനം കിട്ടും. നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന അനുഭവം നമുക്കുണ്ടാവും മക്കളെ. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ വേരുകളിൽ നിന്ന് സമ്പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഓർക്കണം, കർത്താവ് കാൽവരിയുടെ നെറുകയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് ആരോടൊക്കെയാണ് ക്ഷമിച്ചത്? കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ തന്നെ ദ്രോഹിച്ച എല്ലാവരോടും കർത്താവ് ക്ഷമിച്ചില്ലേ? നമുക്ക് ഈ സമയം, എൻ്റെ ജനിച്ച നിമിഷം മുതൽ ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ എന്നെ ദ്രോഹിച്ച എല്ലാ വ്യക്തികളോടും ഹൃദയപൂർവ്വം നിനക്കൊന്ന് ക്ഷമിക്കാൻ സാധിച്ചുവെങ്കിൽ, യഹൂദർക്കൊരു രാജാവ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കല്ലെറിയാൻ ഉത്തരവിട്ട ഹെറോദോസിനോട് യേശു ക്ഷമിച്ചില്ലേ? നീവജ്ഞരോട് യേശു ക്ഷമിച്ചില്ലേ? തന്നെ കല്ലെറിയുവാൻ ആഹ്വാനം ചെയ്ത ഹെറോദോസിനോട് യേശു ക്ഷമിച്ചില്ലേ? 3 വർഷം തൻ്റെ കൂടെ നടന്ന് 30 വെള്ളിക്കാശ് തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനോട് യേശു ക്ഷമിച്ചില്ലേ? ആരൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ അതിനെ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് അവസാനം അവനെ തള്ളിപ്പറഞ്ഞ പത്രോസിനോടും യേശു ക്ഷമിച്ചില്ലേ? ഓർക്കുക മക്കളെ, യേശു ക്ഷമയുടെ ജീവിതമല്ലേ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ഇന്ന് നമ്മളോടും പറയുക, നമ്മുടെ ഹൃദയത്തെ പല വ്യക്തികളോട് ക്ഷമിക്കാറില്ലേ? ഹൃദയപൂർവ്വം ഒന്ന് ക്ഷമിച്ച മക്കളെ, ഒന്ന് കരഞ്ഞ് അവരെ ഓർത്തത് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത് കൃപയാണ് മക്കളെ. ക്ഷമ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കരയിപ്പിക്കുന്നതിന് പകരം ഒറ്റയ്ക്കിരുന്ന് കരയുന്നതിൻ്റെ പേരാ ക്ഷമ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കരയിപ്പിക്കുന്നതിന് പകരം ഒറ്റയ്ക്കിരുന്ന് കരയുന്നതിൻ്റെ പേരാ ക്ഷമ എന്ന് പറയുന്നത്. പലപ്പോഴും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞത്. നമ്മുടെയൊക്കെ ഒരുപക്ഷെ തലയിടകളൊക്കെ നനഞ്ഞ് കുതിർന്നത്. എന്നാൽ യേശുവിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരിക. ജനങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഓരോ അപവാദങ്ങളും പറഞ്ഞു നടന്നവരോടും യേശു ക്ഷമിച്ചില്ലേ? കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്യായമായി വിധി പ്രസ്താവിച്ച പീലാത്തോസിനോടും യേശു ക്ഷമിച്ചില്ലേ? തൻ്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ ആ ജനത്തോട് യേശു ക്ഷമിച്ചില്ലേ? പട്ടാളക്കാരോട് യേശു ക്ഷമിച്ചില്ലേ? തൻ്റെ ശിരസ് മുൾമുടി വെച്ചു കൊടുത്ത ആ പട്ടാളക്കാരനോട്, തൻ്റെ നെഞ്ചിലേക്ക് ആ കുന്തം കുത്തി കയറ്റിയ ആ പടയാളിയോട്, തന്നെ പരിഹസിച്ചവരോട് എല്ലാം യേശു ക്ഷമിച്ചുവെങ്കിൽ യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നമുക്കും പല വ്യക്തികളും മുഖങ്ങൾ വരുന്നുണ്ട്. പല വ്യക്തികളും കുഞ്ഞുനാൾ മുതൽ ഈ സമയം വരെ നമ്മെ വേദനിപ്പിച്ചവർ, നമ്മെ ദ്രോഹിച്ചവർ, നമ്മുടെ പേര് അപവാദം പറഞ്ഞവർ, മരിച്ചുപോയ ചില വ്യക്തികളോട്, കള്ളക്കേസ് പ്രതിയാക്കിയവരോട്, ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില കുത്തുവാക്കുകൾ പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ മനസ്സിൽ കിടക്കുന്ന നൊമ്പരങ്ങൾ, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയവരോട്, നശിപ്പിച്ചവരോട് എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ചു. ഒരുപക്ഷെ ചില വ്യക്തികൾക്ക് ഈ സമയം ക്ഷമിക്കാനുള്ളത് വസ്തുസംബന്ധമായ മേഖലയിൽ തന്നെ പറ്റിച്ചവരോട്, തന്നെ അന്യായമായി പീഡിപ്പിച്ചവരോട്, തൻ്റെ പണം അപഹരിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിച്ചേ. 2 കരങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരം തുറന്ന് ഹൃദയം തുറന്ന് കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു മക്കളെ. സ്തുതിച്ച് പ്രാർത്ഥിച്ചു മക്കളെ. ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ
ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകില്ല മക്കളെ. മദ്യപാനത്തിന് ദുരാത്മാവിനെ പുറത്താക്കാം. അതിനേക്കാൾ എത്രയോ ക്രൂരമാ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെ പേരുകൾ ഉണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. മദ്യപാനത്തിന് ദുരാത്മാവിനേക്കാൾ വലിയ ദുരാത്മാവ് ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പിന്റെ ദുരാത്മാവ്. രണ്ട് കരം ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ മക്കളെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിക്കാനുള്ള കൃപ കിട്ടും. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീര മണ്ഡലങ്ങൾ, മനസ്സിന്റെ മണ്ഡലങ്ങൾ, ആത്മാവിന്റെ മണ്ഡലങ്ങളിലേക്ക് ആത്മീയമായ ശക്തി വ്യാപരിക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യതമായി തീരും. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും മക്കളെ. രണ്ട് കരകളെ കർത്താവ് സന്നിധിക്ക് ഉയർത്തിക്കുക മക്കളെ. ക്ഷമിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന കർത്താവ്, സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന കർത്താവ്. കാൽവിട നെറുകയിൽ കിടന്നുകൊണ്ട് ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല. കർത്താവേ, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ തന്നെ വേദനിപ്പിച്ച സകല മക്കളോട് ക്ഷമിച്ച കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, വെറുപ്പിന്റെ വേരുകൾ നീങ്ങിപ്പോകട്ടെ, വിദ്വേഷന്റെ വേരുകൾ നീങ്ങിപ്പോകട്ടെ, സകല മണ്ഡലങ്ങളിലേക്ക് സൗഖ്യം വ്യാപരിക്കട്ടെ. വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ യേശുവേ.